ഈ പ്രാവശ്യത്തെ വെക്കേഷന് നാട്ടിൽ പോയപ്പോൾ പകർത്തിയ ചില കാഴ്ചകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സ്ഥിരം പോവാറുള്ളത് പോലെ ഈ പ്രാവശ്യവും കോഴിക്കോട് ബീച്ചിൽ പോയി. വൈകുന്നേരമാണ്. ധാരാളം ആളുകൾ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ബീച്ചിൽ നിന്നും മടങ്ങി വീട്ടിലേക്കെത്തി. ഭാര്യയുടെ അനിയത്തിയുടെ മോൾ കൺമണിയാണ്. അവൾ സബാഹിനോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നാട്ടിലെത്തിയാൽ എപ്പോഴും ഞങ്ങളുടെ കൂടെ കളിക്കാൻ അവൾക്ക് നല്ല ഇഷ്ടമാണ്. എൻ്റെ മക്കളുമായിട്ടാണ് അവൾക്ക് ഏറ്റവും നല്ല കൂട്ട്. റഫമോൾ യൂട്യൂബ് തുറന്ന് ഏതോ ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗെയിമും കാർട്ടൂണും ഒക്കെയാണ് അവളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദങ്ങൾ. പ്രവാസത്തിൽ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന മഴ അവർ നന്നായി ആസ്വദിക്കട്ടെ എന്ന് കരുതി അവർ മഴ കൊണ്ട് തന്നെ മഴയത്ത് മുറ്റത്ത് നിന്നുകൊണ്ട് ഫുട്ബോൾ കളിച്ചു. വീടിന്റെ മേൽക്കൂരയിൽ നിന്നും താഴോട്ടൊലിക്കുന്ന വെള്ളത്തിന്റെ താഴെ ഇരുന്നു കൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. ഏതൊരാളുടെയും മനസ്സിന്റെ ഉള്ളിൽ കുളിരേകാൻ മഴയ്ക്ക് സാധിക്കും. വെറുതെ കോലായിലിരുന്നു കൊണ്ട് മഴ പെയ്യുന്നത് നോക്കി നിൽക്കാൻ തന്നെ എന്ത് രസമാണ്. ഒരു കട്ടൻ ചായയും ചിപ്സും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. കുട്ടികൾ മഴയത്ത് ആർമാദിക്കുകയാണ്. എൻ്റെ ഓർമ്മകൾ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പിറകോട്ട് സഞ്ചരിച്ചു. ഒരുപാട് മഴയോർമ്മകൾ നമ്മൾക്ക് സമ്മാനിച്ചിട്ടുണ്ടാകും നമ്മളുടെ കുട്ടിക്കാലം. ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ അയൽവക്കത്തുള്ള എല്ലാ കുട്ടികളും ഞങ്ങളുടെ മുറ്റത്താണ് കളിക്കാൻ വരാറുള്ളത്. തിരിച്ച് പ്രവാസത്തിലേക്ക് മടങ്ങുമ്പോൾ ഈ സൗഹൃദങ്ങളെല്ലാം അവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും നഷ്ടമാവും. ഫുട്ബോൾ തന്നെയാണ് പ്രധാന വിനോദം. എല്ലാ വൈകുന്നേരവും അവർ കളിക്കാൻ വേണ്ടി ഇവിടെ ഒത്തുകൂടും. കുട്ടികളും റഫമോളുമെല്ലാം റൂഫിൽ നിന്നും താഴോട്ട് വീഴുന്ന മഴവെള്ളത്തിന്റെ ആ വീഴ്ചയുടെ സുഖം നന്നായി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് മഴ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മഴ കൊണ്ടാൽ ചെറിയ ജലദോഷമൊക്കെ പിടിക്കുമെങ്കിലും കുട്ടികളുടെ പ്രതിരോധശേഷി വർദ്ധിക്കാൻ മഴയും വെയിലും ചൂടും തണുപ്പുമെല്ലാം അത്യാവശ്യമാണ്. അയൽവക്കത്തുള്ള ഒരു കുട്ടി സൈക്കിളുമായി വന്നിട്ടുണ്ട്. അവൾ സൈക്കിൾ ഓടിക്കാനുള്ള ശ്രമത്തിലാണ്. കുട്ടികളുടെ ഫുട്ബോൾ കളി മഴ തീരുവോളം അങ്ങനെ നീണ്ടു നിന്നു. അവർ നന്നായി എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വെക്കേഷനിൽ വയനാട്ടിലൂടെ യാത്ര നടത്താറുണ്ട്. ഈ പ്രാവശ്യവും ആ പതിവ് തെറ്റിച്ചില്ല. വയനാടിന്റെ പച്ചപ്പാർന്ന മലഞ്ചെരിവുകളിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. ഏതൊരു സഞ്ചാരിയുടെ മനസ്സിനുള്ളിലേക്കും സന്തോഷത്തിന്റെ കുളിര് കോരിയിടാൻ ഈ സഞ്ചാരത്തിന് സാധിക്കും. മഴക്കാലമായതിനാൽ അത്യാവശ്യം നല്ല കോടയുണ്ട്. ഈ കോടമഞ്ഞിനിടയിലൂടെ കാർ ഓടിച്ചു പോവാൻ നല്ല രസമാണ്. ചെറുപ്പക്കാരായ ഒരുപാട് സഞ്ചാരികൾ ബൈക്കിലാണ് ഈ വയനാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്താറുള്ളത്. പല സഞ്ചാരികളും വാഹനം റോഡ് സൈഡിൽ പാർക്ക് ചെയ്തുകൊണ്ട് കോടമഞ്ഞ് നിറഞ്ഞ മലഞ്ചെരുവിന്റെ ചിത്രങ്ങൾ പകർത്തുന്നു. മുന്നോട്ടുള്ള കാഴ്ചകളെ മറക്കുന്ന ശക്തമായ കോടയൊന്നുമില്ല. എങ്കിലും മനസ്സിന് ആനന്ദമേകുന്ന കുളിരേകുന്ന കോടമഞ്ഞിന്റെ കാഴ്ചകൾ നമ്മൾക്ക് സമ്മാനിക്കുന്നുണ്ട്. ഞങ്ങളുടെ മുന്നിൽ കടന്നു പോകുന്ന വാഹനത്തെ ഫോളോ ചെയ്തുകൊണ്ട് ഈ പ്രകൃതിയുടെ സൗന്ദര്യവും മനസ്സിൽ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചു. ഈ കോടമഞ്ഞിനിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ സന്തോഷത്തിന്റെ കവിതാശകലങ്ങൾ തളിരിടും. എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും
ഒഴുക്കിക്കളയാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് സഞ്ചാരം. ഇടയ്ക്ക് വാഹനം നിർത്തി ഞങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ നിന്നും ചൂടുള്ള ചായ കുടിച്ചു. തണുപ്പത്ത് നല്ല ചൂടുള്ള ചായയും കുടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കാൻ എന്തു രസമാണ്. ഇരുവശത്തും തേയിലത്തോട്ടങ്ങളും മുളങ്കാടുകളും കാടും മരവും നിറഞ്ഞ മനോഹരമായ ഒരു പാത. ഈ കാട്ടിലൂടെയുള്ള യാത്ര ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ കുളിരി കോരിയിട്ടു. ഇപ്പോൾ നാടുകാണി ചുരത്തിലൂടെയാണ് ഞങ്ങൾ താഴേക്കിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വയനാട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് ഈ ഭാഗത്തേക്കുള്ള റോഡുകൾ വളരെ നന്നായി തന്നെ നിലനിർത്തുന്നുണ്ട്. ഞങ്ങൾ ചുരമിറങ്ങി ഇപ്പോൾ ഏകദേശം നിലമ്പൂർ എത്തിക്കഴിഞ്ഞു. അന്ന് വീട്ടിലെത്തി വിശ്രമിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ പോയത് കക്കാടംപൊയിലേക്കാണ്. അതിമനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് കക്കാടംപൊയിൽ. കക്കാടംപൊയിലിന്റെ പ്രഭാത ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി അന്ന് അവിടെ റൂം എടുത്തു. അതിമനോഹരമായ കോടമഞ്ഞിന്റെ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു പ്രദേശമാണ് കക്കാടംപൊയിൽ. കക്കാടംപൊയിലെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. പോകുന്ന വഴിയിൽ കാണുന്ന അതിമനോഹരമായ വെള്ളച്ചാട്ടം. ഇതുപോലുള്ള ധാരാളം വെള്ളച്ചാട്ടങ്ങൾ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. മഴയും മഞ്ഞും കാടും കുളിരും അരുവികളും പ്രകൃതിയുടെ മായാ സൗന്ദര്യവും കടലും കാടും നാടുമെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ വെക്കേഷൻ അതിഗംഭീരമായി. വർഷത്തിലൊരിക്കൽ മാത്രം കാണാൻ സാധിക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യമായതുകൊണ്ട് പ്രവാസികൾക്ക് എപ്പോഴും വെക്കേഷൻ ആനന്ദകരമാണ്. അതിനിടയിൽ ജീവിക്കാൻ പാടുപെടുന്ന കുറെ ജീവിതങ്ങളെയും നമ്മൾ കണ്ടുമുട്ടും. ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം.